കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാത്തതിനെ തുടർന്ന് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് പാലക്കാട്ടെ ഒരു ഗ്രാമം. നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും വോട്ട് രേഖപ്പെടുത്തില്ലെന്നാണ് മേപ്പറമ്പ് മെട്രോ നഗർ നിവാസികൾ പറയുന്നത്. മെട്രോ നഗറിലേക്ക് മലമ്പുഴയിലേക്ക് വെള്ളം എത്തിക്കണമെന്ന ആവശ്യം ആരും അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുടിവെള്ളവും റോഡും അവരുടെ പ്രാഥമികമായി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതെങ്ങനെയായിരിക്കും പിരായിരിയെ ബാധിക്കുക? വിനീത, UDF ഭരിക്കുന്ന പിരായിരി പഞ്ചായത്തിലെ LDF മെമ്പർ ഉണ്ടായിരുന്ന 12 വാർഡിലാണ് ഈ മെട്രോ നഗർ ഉള്ളത്. ഇവിടെ ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടേക്ക് എത്തിയിരുന്നു. അന്നും ഈ നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുടിവെള്ളം വേണം, മലമ്പുഴ വെള്ളം ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കണം, ഇല്ലെങ്കിൽ ഒരാളും തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് വരരുത് എന്നുള്ളതാണ്. ഈ 4 മാസമായിട്ടും ആരും തന്നെ ഇവരുടെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഏതായാലും ഈ നാട്ടുകാർ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ആളുകളെല്ലാം പോകുമ്പോൾ തങ്ങൾക്ക് വെള്ളം തരാത്ത ഒരാൾക്കും വോട്ട് ചെയ്യേണ്ട എന്ന തീരുമാനത്തിലാണ് മെട്രോ നഗറിൽ ഇപ്പോൾ എനിക്കൊപ്പമുള്ള ഈ ആളുകൾ മുഴുവനുള്ളത്. ഏകദേശം 100-ലധികം കുടുംബങ്ങളുണ്ട് മെട്രോ നഗറിൽ. ഇവരെല്ലാം കുടിവെള്ളം കിട്ടാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പൈസ കൊടുത്താണ് ഇവരെല്ലാം വർഷങ്ങളായി കുടിവെള്ളം വാങ്ങുന്നത്. ഏതായാലും ആ ഉമ്മമാരും അവിടെയുള്ള ആളുകളെല്ലാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല എന്നും തീരുമാനം. എന്തുകൊണ്ടാണ്? വെള്ളം കിട്ടുന്നില്ല. വെള്ളം തരാവാനിട്ട് കുറച്ച് ചെയ്തവരിന് ജയിപ്പിച്ചില്ല. ഞങ്ങള് ഇനി ചെയ്യില്ല. നമ്മളൊക്കെ വെള്ളം തരാന്ന് പറഞ്ഞു. വെള്ളം തരാൻ എത്തിച്ചു തരാ പറഞ്ഞതാണല്ലോ, തന്നിട്ടില്ലല്ലോ. ഇനി എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക? അതുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് തന്നെ തീരുമാനിച്ചു. ഓരോ പാർട്ടിക്കാരും അവർ ജയിക്കാൻ വേണ്ടി പറയും ഞങ്ങൾക്ക് വെള്ളം ഞങ്ങൾ എത്തിച്ചു തരാം, ഞങ്ങൾ ജയിച്ചു പറഞ്ഞ് ഞങ്ങൾ ആക്കി തരുമെന്ന്. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് വെള്ളത്തിന് യാതൊരു ഇതും കണ്ടിട്ടില്ല. എല്ലാവരും വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിരന്തരമായ വെള്ളം മെട്രോ നഗറിൽ ഇല്ല. ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തണം. ആരൊക്കെ കണ്ടു ഈ വെള്ളത്തിന് വേണ്ടിയിട്ട്? ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സകല രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിട്ടുണ്ട്. MLA, MP, പിരാരി പഞ്ചായത്ത്, വാട്ടർ അതോറിറ്റി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇതിനെതിരെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. 4 മാസം മേലെ പരാതി കൊടുത്തിട്ട് അവരിപ്പോഴും പറയുന്നത് കുന്നിൻ്റെ മേലെ ആയതുകൊണ്ട് വെള്ളം എത്തില്ല എന്നുള്ളൊരു ഇതാണ് അവർ പറയുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുന്നിൻ്റെ മേലേക്ക് വെള്ളം എത്തിക്കാനുള്ള റൂട്ട് മാപ്പ് കാര്യങ്ങൾ, അതിനുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചിട്ട് ഇതുവരെ ഇതിനെതിരെ ഒരു തരത്തിലുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം ജനങ്ങളെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഇനി എന്ന് ഞങ്ങളുടെ നാട്ടിലത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നോ അതിനുശേഷം ബാക്കിയുള്ള പ്രതിഷേധം ഞങ്ങൾ അവസാനിപ്പിച്ചു. MP-യും MLA എല്ലാം നിങ്ങൾ ഈ വെള്ളം ചോദിച്ചു പോകുന്ന സമയത്ത് എന്താണ് അവരുടെ ഒരു നിലപാടും മറുപടിയൊക്കെ എങ്ങനെയാണ്? അവർക്ക് എന്തായാലും നിലവിൽ ബോറിങ് അനുവദിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അവർക്ക് ഇതുണ്ട്. പക്ഷേ അതിനുള്ള വാട്ടർ അതോറിറ്റി പറയുന്നത് വെള്ളം കയറുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതിന് തൊട്ടപ്പുറത്തുള്ള പ്രദേശത്ത് ഇതുപോലെ ഒരു 10,000 ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചിട്ടാണ് അവിടുന്ന് വെള്ളം എല്ലാ ഭാഗത്തും പമ്പ് ചെയ്യുന്നത്. അത് ഒരു സിസ്റ്റം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 ലക്ഷം ഉറുപ്പിൻ്റെ ആ പദ്ധതി തീരും. മുകളിൽ ഒരു ടാങ്ക് ഉണ്ട്, അതിൽ കണക്ഷൻ ഉള്ളതാണ്. കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായി തീർക്കാമെന്നുള്ളൂ. അത് വേണ്ടിപ്പെട്ട അധികാരം അതേപോലെ വാട്ടർ അതോറിറ്റി തീരുമാനം എടുത്ത് തീരാവുന്ന പ്രശ്നമാണ്. അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഇവിടെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും പല ആളുകൾ ഇപ്പോൾ വർദ്ധിച്ച് വരികയാണ്. എന്തായാലും വോട്ട് ചെയ്യുന്നില്ലെന്ന് തീരുമാനം. ചെയ്യില്ലെന്ന് തീരുമാനം. എല്ലാ ഓഫീസൊക്കെ കയറി ഇറങ്ങി ഒരു പരിഹാരം അവർ കാണുന്നില്ല. ഇനി എന്താ വോട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ. ഈ നാട്ടുകാരുടെ ആവശ്യം അത് ഒരിക്കലും ഇവിടെയുള്ള ഒരു ജനപ്രതിനിധിക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഇന്നേ വരെ ഇവരാരും തങ്ങളെ സമീപിച്ചില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവർ കയറിയിട്ടുള്ള എല്ലാ ഓഫീസുകളിൻ്റെയും തെളിവുകൾ എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ വോട്ട് ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സ് ഈ നാട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ പല മേഖലകളിലും ഇത്തരത്തിൽ ഫ്ലെക്സുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. MLA-ക്കും MP-ക്കും അതുപോലെ തന്നെ പഞ്ചായത്തിലും കളക്ടർക്കും എല്ലാം അവർ നൽകിയിട്ടുള്ള അപേക്ഷകൾക്കൊപ്പം നൽകിയുള്ള ഫോമുകളെല്ലാം അവരിവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ തങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നുവെന്ന് ഈ മെട്രോ നഗർ നിവാസികൾ എഴുതി വെച്ചിട്ടുള്ളത്. കുടിവെള്ളം ഞങ്ങളുടെ അവകാശമാണ്, നീതി ലഭിക്കും വരെ ഈ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് മെട്രോ നഗർ നിവാസികൾ പറയുന്നത്. കുടിവെള്ളം അവകാശമാണ്, അത് നീതി ലഭിക്കും വരെ അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടുന്നത് വരെ വോട്ട് ചെയ്യാനില്ല എന്നതാണ് അവിടുത്തുകാർ പറയുന്നത്. അവരുടെ പ്രതിഷേധം വ്യത്യസ്തം തന്നെയാണ്. പക്ഷേ നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ളതാണ് എന്നാണ് അവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. വോട്ടിലൂടെ മറുപടി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടതും. അധികാരികൾ ഏതായാലും ഇത് കാണാതെ പോകരുത്. വരുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന വാർഡ് മെമ്പർ ആരായാലും അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്ന് കൂടി അഭ്യർത്ഥിക്കാം.